തെരഞ്ഞെടുപ്പിന് തലേദിവസം വോട്ടിന് നോട്ടെന്ന ആരോപണം പാലക്കാട്ടെ ബി.ജെ.പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ വന്നിരുന്നു. അതിനു പിന്നാലെ ഇതാ മറ്റൊരു ആരോപണവുമായി ഒരു ബി.ജെ.പി നേതാവും എത്തിയിരിക്കുന്നു. ആ വാർത്തയിലേക്ക് പോകാം. അടിച്ചു പണി തീർക്കും. ബി.ജെ.പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പി വനിതാ നേതാവിനെ അധിക്ഷേപിക്കുന്ന ശബ്ദരേഖ പുറത്ത്. ആലപ്പുഴയിൽ നിന്നുള്ള കാറിലാണ് പാലക്കാട് വോട്ടിന് പണം കൊടുത്ത യുവതി വന്നതെന്നും പണം നൽകിയത് ഗൂഢാലോചനയാണെന്നും ശോഭ. ബി.ജെ.പി ആലപ്പുഴ ജില്ലാ നോർത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു വിനയകുമാറിനെയാണ് ശോഭ അധിക്ഷേപിക്കുന്നത്. ബിന്ദു പറഞ്ഞുവിട്ടാണ് പാലക്കാട് കണ്ണാടിയിൽ വോട്ടിന് പണം വിതരണം ചെയ്തതെന്നാണ് ശോഭ പറയുന്നത്. നീ പോടിയെന്നും മറ്റും ഭീഷണിപ്പെടുത്തുന്ന ശബ്ദമാണ് ശോഭയുടേതായി പുറത്തു വന്നിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് പറയാമെങ്കിൽ ഞാനൊന്നും പറഞ്ഞു. ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്. അടിച്ചു ശോഭ മര്യാദയ്ക്ക് പറയണമെങ്കിൽ എന്റെ കാര്യം കേൾക്കണം. അന്ന് അവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ആ ഓഫീസിനകത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചിനെ, ആ ശ്രീകുട്ടൻ ആ കൊച്ചിനെ ഇപ്പൊ കേക്ക് ആവശ്യമില്ലാതെ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് നിനക്കെതിരെ വ്യക്തിപരമായിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു, എന്റെ പൊതുപ്രവർത്തനത്തിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ നാട്ടുകാരുടെ കൂടെ നിന്ന് നീ കളിച്ചിട്ടുണ്ടെങ്കിൽ നീ എഴുതിക്കൊന്നു. ഒരിക്കലും ഇല്ല, ഒരിക്കലും നാട്ടുകാരുടെ കൂടെ നിന്ന് കളിക്കത്തില്ല. അത്രയധികം മാനസിക ഈ ഇലക്ഷൻ സമയത്ത് അതായത് അറിയാത്ത കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എനിക്കെതിരെ ഇട്ട പോസ്റ്റിന് നിങ്ങൾ മാപ്പ് പറഞ്ഞതിൽ നിന്ന് ഞാൻ കോടതി ഞാൻ കേട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDP-യേക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. തെളിയിക്കും. ആലപ്പുഴ എന്നുള്ള കാറിലല്ലടി അവള് വന്നത്. ഞാൻ അയച്ചുതരാം. ഇന്ന് ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ. കണ്ണാടിയിൽ വോട്ടെടുപ്പിന്റെ തലേന്നാണ് ശോഭയുടെ വാഹനത്തിലെത്തിയ മുംബൈ മലയാളിയായ യുവതി വയോധികയ്ക്ക് പണം കൈമാറിയത്. ശോഭ ആലപ്പുഴയിൽ പണം പിരിച്ചുവെന്നും ശബരിമല വിഷയത്തിൽ നിരാഹാരം കിടന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ പ്രോട്ടീൻ പൊടി കലക്കി കുടിച്ചുവെന്നും ബിന്ദു ആരോപിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.